പ്രജിത്തിലേക്ക് വീണ്ടും പോവുകയാണ്. ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ജോയിക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാലിന്യം കൂമ്പാരമായി കിടക്കുന്നത് രക്ഷാദൗത്യത്തിന് വലിയധികം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തിരച്ചിൽ തുടരുന്നു. എന്നാൽ അല്പസമയത്തിനകം തന്നെ നാവികസേന ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തേക്ക് എത്തും. കൂടുതൽ തിരച്ചിലിനായി അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ കൂടുതൽ സഹായിക്കാൻ ഇത് സാധിക്കുമെന്നെല്ലാമുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ പോലും ജോയിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത്, ഈ 32-ാം മണിക്കൂറിൽ പോലും ജോയിയെ കണ്ടെത്താനായിട്ടില്ല എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വെള്ളം പമ്പ് ചെയ്ത് ചെളി നീക്കാനുള്ള ശ്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. എന്നാൽ മാലിന്യത്തിന്റെ പ്രശ്നം കൊണ്ട് രക്ഷാദൗത്യം അല്ലെങ്കിൽ തിരച്ചിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രജിത്തിലേക്ക് എത്തും മുമ്പ് തന്നെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. കോർപ്പറേഷനും റെയിൽവേയുമായി ഒരു ചെറിയ പരസ്യ തർക്കത്തിലേക്ക് തന്നെ, വലിയ പരസ്യ തർക്കത്തിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ ചില പ്രസ്താവനകൾ, യുക്തിക്ക് നിരക്കാത്ത ചില പ്രസ്താവനകൾ കൂടിയുണ്ട് എന്ന് പരസ്യമായ ഒരു ആക്ഷേപം വരുന്ന ഒരു സാഹചര്യമുണ്ട്. റെയിൽവേ അതോടൊപ്പം തന്നെ ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നുമാണ് ഇത്തരം തോടുകൾ ശുചീകരിക്കേണ്ടത്, അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ദൗത്യം തന്നെയാണ് നഗരത്തിലെ തോടുകളിലെയും മറ്റ് സ്ഥലങ്ങളിലെയും മാലിന്യം നീക്കം ചെയ്യേണ്ടത് എന്നുള്ളത് റെയിൽവേ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ റെയിൽവേ മാത്രമായി കുറ്റപ്പെടുത്തുന്നത് ശരിയായ ഒരു നടപടിയല്ല എന്നും കൂടി റെയിൽവേ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുകയുണ്ടായിരുന്നു, കോർപ്പറേഷൻ അനുവാദം ലഭിച്ചിരുന്നില്ല റെയിൽവേയുടെ പരിധിയിലുള്ള സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്താനെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞെങ്കിൽ പോലും കോർപ്പറേഷൻ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ തലത്തിൽ ഏകോപനം ആവശ്യമാണെന്ന് ADRM MRVG പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു അനുവാദം റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് നിഷേധിച്ചിട്ടില്ല എന്നും റെയിൽവേ കൃത്യമായി പറഞ്ഞു വെക്കുന്നു. പ്രജിത്തിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രജിത്ത്, ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ഇവിടെ തിരച്ചിലുകളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇനി നേവി സംഘം എത്തിയാൽ മാത്രമേ അത്തരത്തിലുള്ള തിരച്ചിൽ നടപടികളിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത നൽകുള്ളൂ. നിലവിൽ സ്കൂബ ടീമുകൾ ഈ പറയുന്ന രീതിയിൽ മലിനജലം കുത്തിനീക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിനൊപ്പം സ്കൂബ ടീം അംഗങ്ങൾ അവർ താഴേക്ക് ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് ആ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് നേവി സംഘം വരിക, നേവി സംഘം വന്നിട്ട് അവർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞ ബൾക്ക് വാഷിംഗ് പ്രക്രിയയും ഈ പറഞ്ഞ രീതിയിൽ പരിഗണനയുള്ളത്. ബൾക്ക് വാഷിംഗ് പ്രക്രിയ വഴി ഒരു തടയണ കെട്ടി ഈ രീതിയിൽ വെള്ളം ഒഴുക്കി ഇവിടുത്തെ മാലിന്യം മുഴുവനായി ഇളക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഒരു സോളിഡ് സ്റ്റേറ്റ് അവസ്ഥയിൽ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് അത്ര പെട്ടെന്ന് ഇങ്ങനെ വെള്ളം, അതായത് ഫയർഫോഴ്സിന്റെ കയ്യിലുള്ള ഒരു മറ്റേ അഗ്നിശമന സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തീ അണയ്ക്കുന്ന ഫയർ ഹോഴ്സ്, അതിന്റെ ഒരു വാട്ടർ പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. അത്രയും പ്രഷറുള്ള വെള്ളം അടിച്ചിട്ട് കൂടി ഈ മാലിന്യങ്ങൾ ഇളകി മാറുന്നില്ല എന്നുള്ളതാണ്. ഈ മാലിന്യം ഇളക്കി വിട്ട്, അതായത് ഇതിന്റെ അടിത്തട്ടിലുള്ള 3 മീറ്ററോളം ചെളിയും മാലിന്യങ്ങളുമായി കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് അത് ഇളക്കി വിടാനുള്ള ഒരു ശ്രമത്തിന് പ്രധാനമായും ഈ ഉദ്യോഗസ്ഥർ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ആ വെല്ലുവിളി പരിഹരിക്കണമെങ്കിൽ ഇനി ബൾക്ക് വാഷിംഗ് പ്രക്രിയ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് സ്കൂബ ഡൈവേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. അതോടൊപ്പമാണ് നേവി സംഘം എത്തുന്നത്. നേവി സംഘം റോഡ് മാർഗമാണ് എത്തുന്നത്. അപ്പോൾ അവർ എത്താനുള്ളൊരു കാലതാമസമുണ്ട്. അവർ എത്തിയ ശേഷം ഈ ടണലിന്റെ നിലവിലത്തെ സാഹചര്യം അവർ പരിശോധിക്കുകയും ഇവിടെ ഏത് രീതിയിൽ ഈ പരിശോധന തിരച്ചിൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതും അവർ നോക്കും. എന്തായാലും റെയിൽവേയും കോർപ്പറേഷൻ നേരത്തെ തന്നെ ഈ ടണലിന്റെ മാലിന്യ നീക്കത്തിനുള്ള ചുമതല മുഴുവൻ അത് റെയിൽവേയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നൊരു നിലപാട് സ്വീകരിച്ചു. എന്നാൽ അതിന് കൃത്യമായ മറുപടി റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നു. കാരണം ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത് കോർപ്പറേഷനാണ്. മുൻ വർഷങ്ങളിലും 2015-ലും 2017-ലും 2019-ലും എല്ലാം ഈ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നത് കോർപ്പറേഷനാണ് എന്നുള്ളൊരു തിരിച്ചുള്ള മറുപടിയും അവർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹകരിക്കാനും റെയിൽവേ തയ്യാറാണെന്നുള്ള മറുപടിയും റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ദേവിക, അജിത്ത്, എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തത്രയും വലിയൊരു ദൗത്യം അല്ലെങ്കിൽ പ്രവർത്തനമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നിർത്തിവച്ചിട്ടുണ്ടെങ്കിൽ പോലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടക്കമുള്ളവർ ഫയർഫോഴ്സിനെ വിളിച്ചത് ഹീറോസ് എന്നതാണ്. അവരാണ് നായകന്മാർ. അവരാണ് ഇത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. മനുഷ്യ വിസർജ്യം പോലും ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ ജോയിക്കായുള്ള തിരച്ചിൽ നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ദൗത്യം ഇപ്പോഴും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഫയർഫോഴ്സിന്റെ അത്രയും വലിയൊരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്, അല്ലേ? ഈ ഇവിടെ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ അവരുടെ ഒരു ആത്മാർത്ഥതയെ നമ്മൾ
എടുത്തു തന്നെ പറയേണ്ടതുണ്ട്. കാരണം എത്രയോ മണിക്കൂറുകൾ ഈ മലിനജലത്തിൽ ഇതിൽ എന്തെല്ലാം തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പോലും അല്ലെങ്കിൽ ആർക്ക് പോലും അറിയാത്തൊരു സാഹചര്യമാണുള്ളത്. കാരണം എത്രയോ വർഷങ്ങളായി ഇവിടെ വന്ന് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ, അതിൽ ഈ പറയുന്ന രീതിയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട്, ലൈറ്റുകൾ അല്ലെങ്കിൽ ബൾബുകളൊക്കെ ഉള്ള അത്തരത്തിലുള്ള കുപ്പിച്ചില്ലുകളൊക്കെ ഉണ്ട്, മറ്റ് ഈ പറയുന്ന അറവശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളുണ്ട്, ചിലയിടങ്ങളിൽ ആശുപത്രി വേസ്റ്റുകൾ പോലും ഇതിനുള്ളിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. അങ്ങനെ കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന കണ്ടാലറയ്ക്കുന്ന മണം, നമുക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്തൊരു ദുർഗന്ധമുള്ള ഈ മാലിന്യത്തിനുള്ളിലേക്ക് ഇറങ്ങിയാണ് അവർ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ജോയിക്കായുള്ള തിരച്ചിൽ നടത്തിയത്. ആ തിരച്ചിൽ മണിക്കൂറുകൾ നീണ്ടു നിന്നിരുന്നു. മറ്റൊരു സംഘം എത്തുന്നതിന് പോലും മണിക്കൂറുകളായി ആളുകൾ അതിൽ ഇറങ്ങി തപ്പുന്ന ഭാഗമുണ്ടായിരുന്നു. ഓരോ തവണയും മാലിന്യം പുറത്തേക്ക് വലിച്ചു നീക്കി പിന്നെയും അകത്തേക്ക് പോയി ഏതാണ്ട് മീറ്ററുകൾ, ഇപ്പോൾ ഏകദേശം പല ഇടങ്ങളിലായി കയറി ഈ 117 മീറ്റർ നീളമുള്ള ടണലിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഈ പറഞ്ഞ രീതിയിൽ ഈ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവേഴ്സ് സംഘമൊക്കെ ഇറങ്ങി പരിശോധന നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം വലിയൊരു പരിശോധന, അത്രയധികം വലിയൊരു യജ്ഞം, അതിനവർ അത്രയും മണിക്കൂറുകൾ അവർ ജോലിയെടുത്തു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ദുർഘടമായ ഒരു സാഹചര്യത്തിൽ, കാഴ്ചയിൽ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ചെറിയൊരു ടോർച്ചിന്റെ സഹായത്താൽ ഇരുട്ടിൽ തപ്പി നോക്കിയും ചെറിയ ആ ടോർച്ചിന്റെ വെട്ടത്തിൽ കാണാവുന്ന ദൂരപരിധിയിൽ മാത്രം കണ്ടും മറ്റു സ്ഥലങ്ങളിൽ തൊട്ടുനോക്കിയും ഒക്കെ പരിശോധിച്ചും ഒക്കെ അവർ നടത്തി ഈ രക്ഷാപ്രവർത്തനം. അത് സമാനതകളില്ലാത്തതാണ് കേരളത്തിൽ. റെയിൽവേയുടെ ഖരമാലിന്യങ്ങളൊന്നും തോട്ടിലേക്ക് തള്ളുന്നില്ല എന്നൊരു പുതിയ റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ ചില പ്രസ്താവനകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാവികസേന അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.